വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കേരളത്തോട് പണം ചോദിക്കുന്നത് ഗുണകരമായ കാര്യമല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേന്ദ്രം പണം ആവശ്യപ്പെട്ട വിഷയം ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്നും മന്ത്രി. കോടതി പരാമർശത്തിന്റെ പേരിൽ കെ പി വിശ്വനാഥന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കെ പിയുടെ രാജി തിളക്കമാർന്ന നിലപാടുകളുടെ അടയാളമെന്നും രമേശ് ചെന്നിത്തല. തൃശൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന സൂര്യ ടെക്സ്റ്റൈൽസിന്റെ 3ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന ചിന്ത അപകടമാണെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. സത്യം വിളിച്ചു പറയാൻ മാധ്യമപ്രവർത്തകർക്കാകണമെന്നും ഷംസീർ. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കേരളത്തോട് പണം ചോദിക്കുന്നത് ഗുണകരമായ കാര്യമല്ലെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. രക്ഷിച്ചതിന് കൂലി ചോദിക്കുന്നത് വെല്ലുവിളിയാണ്. ഇത് മനുഷ്യത്വരഹിതമായ സമീപനവും മര്യാദകേടുമാണ്. രക്ഷാപ്രവർത്തനത്തിന് പണം ആവശ്യപ്പെടുന്ന കേന്ദ്രം കേരളത്തിന് നൽകേണ്ട ദുരന്ത നിവാരണ ഫണ്ട് ഇതുവരെയും നൽകിയിട്ടില്ലെന്ന് മന്ത്രി TCVയോട് പറഞ്ഞു. വിമാന സർവീസിന് പണം ചെലവഴിച്ചാൽ വ്യോമയാന മന്ത്രാലയം ആ പണം ഈടാക്കേണ്ടത് സംസ്ഥാനത്തു നിന്നല്ല, ഈ STRF ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടുന്ന ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അപ്പോഴാണ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാവുക. നെഞ്ചു പൊളിഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഈ ദുരന്തത്തിൽ ആളുകളെ രക്ഷിച്ചതിന്റെ കൂലി കൊടുക്കണം, വിമാനത്തിന്റെ കൂലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ജനാധിപത്യ സംസ്ഥാനത്ത് മര്യാദകേടാണ്. മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനമായി പോയി കേന്ദ്രത്തിൻ്റെത് എന്നതാണ് ഇപ്പോൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ചൂരൽമലയിലെ ദുരന്തമുണ്ടായി 4 മാസക്കാലം കഴിഞ്ഞിട്ടും കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ പണം അഡീഷനായി ലഭിക്കണം എന്ന ആവശ്യം നിറവേറ്റിയില്ലെന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ദുരന്തമുണ്ടായി അവിടുത്തെ ദുരന്ത ബാധിതർക്ക് ദേശസാൽകൃത ബാങ്കുകളിലുള്ള കടങ്ങൾ എഴുതിത്തള്ളാൻ സെക്ഷൻ 13 പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചൂരൽമലയിലെ മനുഷ്യരുടെ കടങ്ങൾ എഴുതിത്തള്ളണം എന്ന സർക്കാരിന്റെ 2ാമത്തെ ആവശ്യം ഇതുവരെയും പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. ഇതിന് 2നും 1 രൂപ പോലും കേന്ദ്ര ഗവൺമെന്റിന് ചെലവുള്ളതല്ല. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. വെള്ളിയാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്രം പണം ആവശ്യപ്പെട്ട വിവരവും അറിയിക്കാനാണ് തീരുമാനം. നിലവിൽ ഈ തുക നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യമാണെന്ന് കേന്ദ്രത്തെയും അറിയിക്കും. കേരളം യഥാർത്ഥത്തിൽ ദീർഘകാലമായി പറഞ്ഞ ഒരു കാര്യം, കേന്ദ്രം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സംസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സേവനങ്ങളുടെ ചാർജ് കേന്ദ്രം തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന അവകാശം കേരളത്തിന് ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതുവരെ പോവും. അതിനുവേണ്ടി കേരളം തുടർച്ചയായിട്ടുള്ള പരിശ്രമം നടത്തും, കോടതിയെ ബോധ്യപ്പെടുത്തും. ഓപ്പൺ കോടതിയിൽ 100 രൂപയ്ക്ക് ചില്ലറയുണ്ട് എന്ന് ചോദിച്ചാൽ 100 രൂപയ്ക്ക് ചില്ലറയുണ്ട്, പക്ഷെ തനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്ന സമീപനമാണ് കേന്ദ്രം എടുക്കുന്നത് എന്ന് പോലും കോടതി പറഞ്ഞു. കോടതിയുടെ മുമ്പാകെയും ഈ കാര്യം ബോധ്യപ്പെടുത്തും. അതേസമയം വകുപ്പുകൾ തമ്മിലുള്ള ധാരണയാണ് ഇപ്പോഴത്തെ നടപടിക്ക് പിന്നിലെന്നാണ് ചിലർ ആക്ഷേപം ഉന്നയിക്കുന്നത്. അങ്ങനെയൊരു വകുപ്പ് തല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് നടത്താൻ പറ്റിയ ഇടം ഡൽഹിയാണെന്നും മന്ത്രി പ്രതികരിച്ചു. TCV ന്യൂസ്, തൃശൂർ. കോടതി പരാമർശത്തിന്റെ പേരിൽ കെ പി വിശ്വനാഥന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന് രമേശ് ചെന്നിത്തല. കെ പി വിശ്വനാഥന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുക്കാട് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതി വിധി എതിരായിട്ടും രാജിവെക്കാൻ തയ്യാറാകാത്തവരാണ് ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ. എന്നാൽ കോടതി പരാമർശത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിഞ്ഞവർ നിരവധി പേരുണ്ട് UDF-ൽ. താൻ KPCC പ്രസിഡന്റായിരുന്ന കാലത്താണ് കെ പി വിശ്വനാഥന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത്. അത് തെറ്റായിപ്പോയെന്ന് തനിക്കും ഉമ്മൻചാണ്ടിക്കും പിന്നീട് മനസ്സിലായെന്നും ചെന്നിത്തല പറഞ്ഞു. പുതുക്കാട് അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. നിർധന രോഗികൾക്കുള്ള ധനസഹായ വിതരണം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. നേതാക്കളായ അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, MK പോൾസൺ, സുന്ദരൻ കുന്നത്തുള്ളി, ജോസഫ് ടാജറ്റ്, K ഗോപാലകൃഷ്ണൻ, അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, കല്ലൂർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 7500 കോടി രൂപ വൈദ്യുതി ചാർജ് വർധനയിലൂടെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നുവെന്ന് AICC അംഗം രമേശ് ചെന്നിത്തല.
കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായിരുന്ന കെ.പി. വിശ്വനാഥന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ തൃശൂർ DCC ഓഫീസിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന കടുംവെട്ടാണ് 15 മാസം കൂടി അധികാരമുള്ളൂ എന്ന് കണ്ടുകൊണ്ട് എല്ലാത്തിലും അഴിമതിയാണ്. കേരളത്തിൽ ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം 7500 കോടി രൂപയാണ് വൈദ്യുതി ചാർജ് വർധനവിലൂടെ ജനങ്ങളുടെ തലയിൽ അടിച്ചെടുത്തത്. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ യൂണിറ്റ് 1-ന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി ലഭിക്കുന്ന ദീർഘകാല കരാർ ഒപ്പിട്ടു. ആ ദീർഘകാല കരാർ 2040 വരെയുണ്ട്. 2040 വരെ യൂണിറ്റ് 1-ന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി കിട്ടിയിരുന്ന ആ ദീർഘകാല കരാർ ഈ ഗവൺമെന്റ് 8 വർഷത്തിന് ശേഷം റദ്ദാക്കി. ആ ദീർഘകാല കരാറിൽ അഴിമതി ഉണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. 8 വർഷം നിങ്ങൾ ആ ദീർഘകാല കരാർ അനുസരിച്ച് വൈദ്യുതി വാങ്ങി. അന്നൊന്നും അഴിമതി ആരും ചൂണ്ടിക്കാണിച്ചില്ല. ആ കരാർ റദ്ദാക്കാനുള്ള കാരണം അദാനിമാർക്കും ജിൻഡൽമാർക്കും കേരളത്തിന്റെ വൈദ്യുതി രംഗത്തെ തുറന്നു കൊടുക്കാനുള്ള നീക്കമായിരുന്നു. പവർ ബ്രോക്കർമാർ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമാണ് വൈദ്യുതി മന്ത്രിയെ നോക്കുകുത്തിയാക്കി മാർക്സിസ്റ്റ് പാർട്ടി നേരിട്ട് ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത്. 1990-ൽ E.K. നായനാർ ചെറുകിട ജലവൈദ്യുതി പദ്ധതി സ്ഥാപിക്കുന്നതിനായി കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനിയുമായി ഉണ്ടാക്കിയ 30 വർഷ കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഇടപെട്ട് 25 വർഷം കൂടി നീട്ടിക്കൊടുത്തതിന് പിന്നിലും വൻ അഴിമതിയുണ്ട്. പ്രളയത്തിൽ കമ്പനിക്ക് നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് കമ്പനി ഉടമകൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് ഇത് സാധിച്ചത്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ ആളുകളാണെന്നും ചെന്നിത്തല ആരോപിച്ചു. 5 പതിറ്റാണ്ടിലേറെ കാലം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചയാളാണ് കെ.പി. വിശ്വനാഥൻ. മന്ത്രിസ്ഥാനം രാജിവെച്ചത് എന്തിനായിരുന്നു? അദ്ദേഹം ഒരു അഴിമതി കാട്ടിയിട്ടല്ല. കോടതിയിൽ ഒരു പരാമർശം ഉണ്ടായപ്പോൾ അദ്ദേഹം KPC പ്രസിഡന്റാണ്. ഉമ്മൻചാണ്ടി ഞാനും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് ആലോചിച്ചിട്ടാണ് KPയോട് രാജിവെച്ചത്. ഞങ്ങളുടെ ജീവിതത്തിലെടുത്ത ഏറ്റവും ഒരു തെറ്റായ തീരുമാനമായിരുന്നു KP വിശ്വനാഥൻ രാജിവെച്ചത്. ഹൈക്കോടതിയുടെ പരാമർശങ്ങളുണ്ടായിരുന്നു രാജിവെച്ചത്. എന്നാൽ ഹൈക്കോടതി ഇവിടെ ഭരിക്കുന്ന മന്ത്രിമാരെയും മന്ത്രിമാരുടെ ഭാര്യമാർക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഒക്കെ എതിരായി എന്തെല്ലാം കമന്റുകൾ പാസാക്കിയിട്ട് ആരെയും രാജിവെക്കുന്നുണ്ടോ? എവിടെ പോയി അവരുടെ ധാർമ്മികത? വാസ്തവത്തിൽ ഞാൻ ഉമ്മൻചാണ്ടി ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു അത് KP വിശ്വനാഥനെ കൊണ്ട് ഒരു കമന്റ് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം നിരപരാധിയാണെന്ന് അതേ കോടതി തന്നെ വിധിച്ചതും പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതും ഞാൻ ഓർക്കുകയാണ്. UDF കൺവീനർ MM ഹസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, DCC വൈസ് പ്രസിഡന്റ് IP പോൾ തുടങ്ങിയവർ സംസാരിച്ചു. KPCC DCC ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന സൂര്യ സിൽക്സിലാണ് തീപിടുത്തം ഉണ്ടായത്. 100-ലധികം ജീവനക്കാരും നിരവധി കസ്റ്റമേഴ്സുമുള്ള സമയത്തായിരുന്നു തൃശൂർ ശക്തനഗറിലെ സൂര്യ സിൽക്സിൽ തീപിടുത്തമുണ്ടായത്. AC യൂണിറ്റ് തകരാറിലായിരുന്നു. 3ാമത്തെ നിലയിലെ AC യൂണിറ്റ് പ്രവർത്തിപ്പിച്ചതോടെ വലിയ രീതിയിൽ പുക ഉയർന്ന് പെട്ടെന്ന് തന്നെ തീപിടിക്കുകയായിരുന്നു. ഇതോടെ ജീവനക്കാരും കസ്റ്റമേഴ്സും ഉൾപ്പെടെയുള്ളവർ സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയോടി. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. 3ാം നിലയിലെ ഷീറ്റ് തകർത്താണ് ഫയർഫോഴ്സ് സംഘം ഫ്ലോറിൽ ഇറങ്ങിയത്. തീയണച്ചിട്ടും 1 മണിക്കൂറോളം നേരം സ്ഥാപനത്തിന്റെ 3 നിലകളിലും ബേസ്മെന്റ് ഫ്ലോറിലും പുകമയമായിരുന്നു. ഒടുവിൽ ഫയർഫോഴ്സ് ബ്ലോവർ ഉപയോഗിച്ച് പുക പുറത്തേക്ക് വലിച്ച് കളയുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടലിലൂടെ വസ്ത്രങ്ങളിലേക്ക് തീപടരാതെ നോക്കിയതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത്. തീപിടുത്തത്തിൽ AC യൂണിറ്റും വയറിങ്ങും ഉൾപ്പെടെ കത്തിനശിച്ചു. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ ആളപായവും ഉണ്ടായില്ല. നാശനഷ്ടം കണക്കാക്കിയിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. TCV ന്യൂസ്, തൃശൂർ. ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന ചിന്ത അപകടമാണെന്ന് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനാണ് ചിലരുടെ ശ്രമം. അതിനെ ഒറ്റക്കെട്ടായി നേരിടണം.
കേരളത്തിൽ മാധ്യമപ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അതിനാൽ സത്യം വിളിച്ചു പറയാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്നും AN ഷംസീർ പറഞ്ഞു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന TV അച്യുത വാര്യർ സ്മാരക മാധ്യമ അവാർഡുകൾ നേടിയ US ശ്രീ ശോഭ്, പ്രദീപ് ഉണ്ണി, പ്രസ് ക്ലബ്ബ് എക്സലൻസ് അവാർഡ് നേടിയ ജോയ് ഇലാൻ, ജീവകാരുണ്യ പ്രവർത്തകനായ ബിജു എടക്കളത്തൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KR ഔസേബ്, കോർപ്പറേഷൻ കൌൺസിലർമാരായ CP പോളി, കരോളിൻ ജെറീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വർഗീയമായ പരാമർശമായി ഒരു സ്ഥാനത്ത് ആ ഒരു വകതിയിൽ നമുക്ക് വേണ്ടേ? അതാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ഡക്കോറം കീപ്പ് ചെയ്യുന്നത് സംസാരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ആഫ്റ്റർ ഓൾ ഈ രാജ്യം ഉണ്ടാവണ്ടേ? അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. അത്തരം പരാമർശങ്ങൾ നിർഭാഗ്യവശാൽ ഈ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട ആളുടെ സ്ഥാനത്തുണ്ടായത് നിർഭാഗ്യകരമാണ്. വടക്കുംപാറ ഉറവുംപാടത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് 14 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പത്താംകല്ല് ഉറവുംപാടം കുടിവെള്ള ടാങ്ക് റോഡിനോട് ചേർന്നാണ് മരം വീണത്. 2 ട്രാൻസ്ഫോർമറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുന്നംകുളം ചെമ്മണ്ണൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ചൊവ്വല്ലൂർ സ്വദേശിയും നിലവിൽ കുന്നംകുളം ചെമ്മണ്ണൂരിൽ വാടക വീട്ടിൽ താമസക്കാരനുമായ അൻസാറിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ക്രിസ്തുമസ് പുതുവത്സര വിപണി മുന്നിൽ കണ്ട പ്രതി മേഖലയിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവ് കൊണ്ടുവന്നിരുന്നു എന്നത് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2 പേർക്ക് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പ്രതി കഞ്ചാവുമായി പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ, ശിവശങ്കരൻ, സുനിൽ ദാസ്, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആനന്ദ്, ഗണേശൻ പിള്ള, സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പങ്കാളിത്ത പെൻഷൻ സർക്കാർ നിർത്തലാക്കിയതായും പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ 39ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശമ്പള കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നില്ല. ADM നവീൻ ബാബുവിന്റെ മരണം അധികാരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും പാർട്ടി നേതാക്കളുടെ അഹങ്കാരം മൂലം ഗസറ്റഡ് ജീവനക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KC സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. മുൻ MLAമാരായ അഡ്വക്കേറ്റ് തേറമ്മൽ രാമകൃഷ്ണൻ, PA മാധവൻ, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, A പ്രസാദ്, VM ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി യമഹ ബൈക്ക് മോഷ്ടിച്ച സംഘത്തിലെ 3 പേർ കൂടി പിടിയിലായി. മേത്തല ചിത്തിരവളവ് കോന്നത്ത് വീട്ടിൽ സുമേജ്, കണ്ടംകുളം കോന്നംപറമ്പിൽ അദിനവ്, അഴീക്കോട് തയ്യിൽ വീട്ടിൽ വിജിൽ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട 2 പേരെ പറവൂർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പ്രതികൾ ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. SIമാരായ K സാലിം, KG സജിൽ, ഗ്രേഡ് ASI PG ഗോപകുമാർ, ഗ്രേഡ് SCPO ഗിരീഷ്, CPOമാരായ ഷമീർ, വിഷ്ണു, അഖിൽ രാജ്, അഖിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ദക്ഷിണേന്ത്യൻ സിനിമയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മഹാപ്രതിഭയാണ് രാമു കാര്യാട്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. ചേറ്റുവയിൽ രാമു കാര്യാട്ട് സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കലാകാരന്മാർക്ക് ഒരിടം നൽകുന്ന തിയേറ്റർ കൂടി ഉണ്ടാകുന്നു എന്നത് അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചേറ്റുവ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് സമീപം നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, എങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK സുദർശൻ, MP സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ഭാസി, വിജിത സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കരുവന്നൂർ കേസിൽ CPMനെതിരെ കള്ളപ്രചരണം നടത്തിയ കോൺഗ്രസ് BJP ഉൾപ്പെടെയുള്ള വലതുപക്ഷ ശക്തികൾക്ക് ലഭിച്ച ശക്തമായ പ്രഹരമാണ് PR അരവിന്ദാക്ഷൻ കേസിൽ ഹൈക്കോടതിയുടെ വിധിയെന്ന് CPM ജില്ലാ കമ്മിറ്റി. ഹൈക്കോടതി വിധിയോടെ CPM ഇത് സംബന്ധിച്ച് നേരത്തെ നൽകിയ വിശദീകരണം പകൽ വെളിച്ചം പോലെ വ്യക്തമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്.
CPMന്റെ 8 ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടി രാഷ്ട്രീയ പകപോക്കലിന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ BJP ദുരുപയോഗിച്ചു. യാതൊരു തരത്തിലും നീതീകരണമില്ലാത്ത ഈ നടപടികളെ CPM നിയമപരമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. കൃത്യമായ വിശദീകരണം നൽകാതെ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതിനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത് എന്നും CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രസ്താവനയിൽ പറഞ്ഞു. CPM തൃശൂർ ഏരിയ സമ്മേളനം തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി പാട്ടുരായ്ക്കൽ നളിനം ഓഡിറ്റോറിയത്തിൽ നടക്കും. തിങ്കളാഴ്ച രാവിലെ 10-ന് ആരംഭിക്കുന്ന സമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി അയ്യന്തോൾ പുതൂർക്കരയിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും കുറുക്കഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥയ്ക്കും സ്വീകരണം നൽകി. കൊടിമര ജാഥ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MK കണ്ണനും പതാക ജാഥ CPM ഏരിയ കമ്മിറ്റി അംഗം K. രവീന്ദ്രനും ഏറ്റുവാങ്ങി. തുടർന്ന് നേതാക്കളുടെ നേതൃത്വത്തിൽ കൊടിമര പതാക ജാഥകൾ കാൽനടയാത്രയായി സമ്മേളനവേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. അനിതര സാധാരണമായ മെയ്വഴക്കത്തോടെയും പിഴയ്ക്കാത്ത ചുവടുകളോടെയും റുമൈസ ഫാത്തിമ ഗിന്നസ് റെക്കോർഡിലേക്ക് നടന്നുകയറി. ചടുലതയും സൂക്ഷ്മതയും ഒത്തുചേർന്ന മെയ്വഴക്കത്തോടെ 4 മണിക്കൂർ 33 മിനിറ്റ് 12 സെക്കൻഡ് സമയം തുടർച്ചയായി ഹൂലാഹൂപ്പ് പ്രകടനം നടത്തിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ റുമൈസ ഗിന്നസ് റെക്കോർഡ് ഇട്ടത്. 1 മണിക്കൂർ 48 മിനിറ്റ് എന്ന റെക്കോർഡാണ് ഈ മിടുക്കി തകർത്തത്. വൈക്കം സത്യാഗ്രഹ ഹാളിൽ നടന്ന പരിപാടിയിൽ നൃത്തം ചെയ്തും എഴുത്തും വരയും നടത്തിയും ഭക്ഷണം കഴിച്ചുമൊക്കെയാണ് റുമൈസ റെക്കോർഡിട്ടത്. മോൻസ് ജോസഫ് MLA റുമൈസ ഫാത്തിമയുടെ ഗിന്നസ് റെക്കോർഡ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു. സമാപന ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് MP റുമൈസയ്ക്ക് അഭിനന്ദനവുമായി എത്തി. കൊടുങ്ങല്ലൂരിലെ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയും മേത്തല മാനംകേരിയിൽ മുഹമ്മദ് റഫീഖിന്റെയും സിനിയ റഫീഖിന്റെയും മകളുമാണ് റുമൈസ ഫാത്തിമ. TCV കൊടുങ്ങല്ലൂർ. തൃശൂർ അതിരൂപതയിലെ ഗായക സംഘത്തിന്റെ പ്രഥമ സംഗമം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. ഗ്ലോറിയ ഫെസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഗായക സംഘം തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ ബിജു പാണേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, ഗ്രാമി അവാർഡ് ജേതാവ് മനോജ് ജോർജ് ചിറ്റ്ലപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മുൻ ഗായക സംഘം പ്രൊമോട്ടർമാരായ ഫാദർ പോൾ പുളിക്കൻ, ഫാദർ ഷെബി ചിറ്റ്ലപ്പള്ളി, ഗായക സംഘം അതിരൂപത പ്രസിഡന്റ് ഫെലിക്സ് ജോസ്, സെക്രട്ടറി CJ സ്റ്റീഫൻ, കൺവീനർ ലിൻസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഫാദർ പോൾ പൂവത്തിങ്കൽ, മനോജ് ജോർജ് ചിറ്റ്ലപ്പള്ളി എന്നിവരെ ആദരിച്ചു. വൈദികരും ഗ്ലോറിയ ഫെസ്റ്റിൽ പങ്കാളികളായി. സംഗീതത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. വലിയ ത്യാഗത്തോടുകൂടിയാണ് നിങ്ങൾ ഈ ഉത്തരവാദിത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. SNDP യോഗം തൃശൂർ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജുഹോമി മഹായജ്ഞവും മെഗാ തിരുവാതിരക്കളിയും സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരു 1925 രചിച്ച വേദമന്ത്ര സമാനമായ ഹോമന്ത്രം ഉരുവിട്ടായിരുന്നു സ്ത്രീകളെയും പെൺകുട്ടികളെയും ജുഹോമി മഹായജ്ഞം സംഘടിപ്പിച്ചത്. യജ്ഞത്തിന് ബ്രഹ്മശ്രീ ഡോക്ടർ TS വിജയൻ കരുമാത്ര കാർമ്മികത്വം വഹിച്ചു. കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്ര അങ്കണത്തിൽ നടന്ന മഹായജ്ഞ സമ്മേളനത്തിന് SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ ഭദ്രദീപം തെളിയിച്ചു. SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം തൃശൂർ യൂണിയൻ പ്രസിഡന്റ് IG പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, യോഗം തൃശൂർ യൂണിയൻ ആക്ടിംഗ് സെക്രട്ടറി മോഹൻ കുന്നത്ത്, യൂണിയൻ വൈസ് പ്രസിഡന്റ് TR രഞ്ജു,
SNBP യോഗം പ്രസിഡന്റ് വിനേഷ് തയ്യിൽ, യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി MR രാജശ്രീ, പ്രസിഡന്റ് പത്മിനി ഷാജി എന്നിവർ സംസാരിച്ചു. യജ്ഞത്തിന് മുന്നോടിയായി നടന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. ഏനാമാവ് റെഗുലേറ്റർ നവീകരണം സംബന്ധിച്ചുള്ള നടപടികൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ നൽകിയ സാഹചര്യത്തിൽ ജില്ലാ കോൾ കർഷക സംഘം കേസിൽ കക്ഷി ചേരും. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കോൾ കർഷക സംഘം എക്സിക്യൂട്ടീവ് യോഗമാണ് കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചത്. പുഴയിൽ നിന്നും പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാതെ സംരക്ഷിക്കുന്നതും ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നും പടിഞ്ഞാറോട്ട് വരുന്ന അമിത മഴവെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നതും ഏനാമാവ് റെഗുലേറ്റർ വഴിയാണ്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ ഏനാമാവ് റെഗുലേറ്റർ നവീകരിക്കാൻ RKY പദ്ധതി പ്രകാരം 8.5 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതിയുടെ കാലാവധി 2025 മെയ് 31 അവസാനിക്കും. നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയാണ് ജില്ലാ കോൾ കർഷക സംഘം കേസിൽ കക്ഷി ചേരുന്നത്. കേരള കലാമണ്ഡലത്തിൽ കഥകളി അവതരണവുമായി വീണ്ടും വനിത. ഒരു കാലത്ത് കഥകളിയിൽ സ്ത്രീകളുടെ വേഷം പുരുഷന്മാർ തന്നെ അണിഞ്ഞാണ് അഭിനയിച്ചിരുന്നത്. ആ കാലം മാറി എന്ന് തെളിയിച്ചാണ് സ്ത്രീവേഷവുമായി നന്ദിത അരങ്ങിലെത്തിയത്. കഥകളി പ്രേമികൾക്ക് ഇത് വേറിട്ട അനുഭവമായി മാറി. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് മെമ്പറും നൃത്താധ്യാപികയുമായ അജിത രവികുമാർ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അക്കാദമി കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കഥകളിയിലെ വടക്കൻ കളരി അധ്യാപകൻ M മുകുന്ദൻ കഥകളിയെപ്പറ്റി അവതരണം നടത്തി. തുടർന്ന് ഭഗവധം കഥകളി അരങ്ങേറി. ഭീമനായി R ആദിത്യൻ, ഹിഡുംബിയായി നന്ദിത എന്നീ വിദ്യാർത്ഥിനികളും അരങ്ങിലെത്തി. സംഗീതത്തിൽ വിനീഷും കാർത്തിക്കും, ചെണ്ടയിൽ അദ്രജ്, ഇടക്കയിൽ ശ്രീശങ്കർ, മദ്ദളത്തിൽ ആകാശ്, ചുട്ടിയിൽ MA അർജുൻ എന്നിവരായിരുന്നു പിന്നണിയിൽ. ഉഷ കൃഷ്ണൻ രചിച്ച പുസ്തകം സർഗമണ്ഡപം എന്ന എന്റെ കലാമണ്ഡലം എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ബാലസാഹിത്യകാരൻ CR ദാസിന് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. മുൻ ISRO ശാസ്ത്രജ്ഞൻ ജോയ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ബാലചന്ദ്രൻ, ഇഷാര സന്തോഷ്, പന്തളിയൻ, C മുരളീധരൻ, ശിവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ മോഹിനിയാട്ടം വളർത്തിക്കൊണ്ടുവന്നു. പിന്നീടാണ് ഈ അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി തൃശൂർ മണ്ഡലം കൺവെൻഷൻ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, സമിതി ജില്ലാ സെക്രട്ടറി ബാബു ചിങ്ങാരത്ത്, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സാറാമ റോബ്സൺ, AIYF മണ്ഡലം സെക്രട്ടറി GM അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി HT സുബ്രഹ്മണ്യനെയും സെക്രട്ടറിയായി GB കിരണിനെയും ട്രഷററായി KK സുധീറിനെയും തെരഞ്ഞെടുത്തു. വാക്കുതർക്കത്തെ തുടർന്ന് വഴക്കുംപാറയിൽ യുവാക്കൾ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് പരസ്പരം കുത്തേറ്റ ഒരാളുടെ നില ഗുരുതരം. ചുവന്നുമണ്ണ് പാലക്കപ്പറമ്പിൽ മനുകൃഷ്ണ, വഴക്കുംപാറ പാറക്കത്തെ വീട്ടിൽ ജിത്ത് എന്നിവരാണ് പരസ്പരം കുത്തിയത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. മുൻ വൈരാഗ്യത്തെ തുടർന്ന് ജിത്തു മനുവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്നുണ്ടായ തർക്കമാണ് അടിപിടിയിലും കുത്തിലും കലാശിച്ചത്. ആദ്യം ജിത്തു ബിയർ കുപ്പി പൊട്ടിച്ച് മനുവിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. അതേ കുപ്പി കൊണ്ട് മനു പിന്നീട് ജിത്തിന്റെ നെഞ്ചിലും കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജിത്തുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും മറിച്ച് നാട് മുഴുവൻ അതൊരു ദൗത്യമായി ഏറ്റെടുക്കണമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരള കാർഷിക സർവകലാശാല കൂടപ്പുഴ ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ ചാലക്കുടി അഗ്രി ബിസിനസ് എക്സ്പോയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖല അടിമുടി ആധുനിക സംവിധാനത്തിലേക്ക് മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ MP അനൂപ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, മിൽമ ചെയർമാൻ MT ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോഓപ്പറേറ്റീവ് കോളേജിൽ നടന്ന KP വിശ്വനാഥൻ അനുസ്മരണ സമ്മേളനം TJ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ മേയർ K രാധാകൃഷ്ണൻ,
തൃശൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3204 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കേരളത്തോട് പണം ചോദിക്കുന്നത് ഗുണകരമായ കാര്യമല്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കേന്ദ്രം പണം ആവശ്യപ്പെട്ട വിഷയം ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് മന്ത്രി. കോടതി പരാമർശത്തിന്റെ പേരിൽ KP വിശ്വനാഥിന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. KPയുടെ രാജി തിളക്കമാർന്ന നിലപാടുകളുടെ അടയാളമെന്നും രമേശ് ചെന്നിത്തല. തൃശൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന സൂര്യ സിൽക്സിന്റെ 3ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന ചിന്ത അപകടമാണെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. സത്യം വിളിച്ചു പറയാൻ മാധ്യമപ്രവർത്തകർക്കാകണമെന്നും ഷംസീർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.